My dear family members, സ്മാർട്ട് വെബ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഇന്ന് കുവൈറ്റിൽ ഒരു തരംഗമാക്കിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. 2015 ഓഗസ്റ്റ് മാസം മാത്രം ബിസിനസ് പ്രൊമോഷനിലേക്ക് കടന്ന നമ്മുടെ കമ്പനി ഇന്ന് എത്തി നിൽക്കുമ്പോൾ ഈ ഓൺലൈൻ ബിസിനസ് രംഗത്തും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് രംഗത്തും പകരം വയ്ക്കാനില്ലാത്ത ശക്തിയായി മാറിക്കഴിഞ്ഞു. അതിന്റെ ഏറ്റവും വലിയ കാര്യം, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ചരിത്രത്തിൽ ആദ്യമായി ഒരു വിഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിലും അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിലും സ്മാർട്ട് വേ കാണിച്ച വിജയമാണ്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ വാക്കുകൾ വളരെ പ്രശസ്തമാണ്. ഏറ്റവും ധീരനല്ല, ഏറ്റവും ബുദ്ധിമാനല്ല, മാറ്റങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് വിജയം എന്ന മൂന്നക്ഷരം കൈവെള്ളയിലിട്ട അമ്മാനമാണ്. ഇത് റൈറ്റ് ടൈമിൽ ഒരു റൈറ്റ് ഓപ്പർച്യൂണിറ്റി ഇംപ്ലിമെന്റ് ചെയ്തു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ലോകത്തെ ഏറ്റവും മികച്ച സാമ്പത്തിക വിദഗ്ധൻ എന്നറിയപ്പെടുന്ന 2 തവണ അമേരിക്കയുടെ പ്രസിഡന്റിന്റെ ഉപദേഷ്ടാവായിരുന്ന, ഒരുപാട് നല്ല നല്ല ബുക്കുകളുടെ ഓഥറായിട്ടുള്ള, ലോകത്തെ ഏറ്റവും പ്രശസ്തനായ സാമ്പത്തിക വിദഗ്ധൻ എന്നറിയപ്പെടുന്ന പോൾസൺ പിൽസർ 1986 അദ്ദേഹത്തിന് ഒരു ബെസ്റ്റ് സെല്ലിംഗ് ബുക്ക് ഇറക്കുകയുണ്ടായി, $1 ബില്യൺ ഇൻഡസ്ട്രി. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഒരു കമ്പ്യൂട്ടർ റവല്യൂഷന്റെ കാലഘട്ടം വരാനിരിക്കുന്നു. ഇന്നത്തെ ലോകത്തുള്ള കോടീശ്വരന്മാർ മുഴുവൻ മാറിപ്പോവും. 2000-ഓടുകൂടി ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളായിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. എന്നാൽ ആ സമയത്ത് ഇന്ത്യയിൽ പോലും കമ്പ്യൂട്ടറിന്റെ തുടക്കം പോലും സംഭവിക്കാത്ത സമയമായതുകൊണ്ട് അത് ഉൾക്കൊള്ളാൻ പലരും ബുദ്ധിമുട്ടി. എന്നാൽ 2000-കളിലേക്ക് എത്തിയപ്പോഴേക്കും ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായി മൈക്രോസോഫ്റ്റിന്റെ MD ബിൽ ഗേറ്റ്സും, ഇന്ത്യയിലെ കോടീശ്വരന്മാരുടെ പട്ടികയിലേക്ക് വിപ്രോന്റെ ഓണറായ അസിം പ്രേംജിയും, ഇൻഫോസിസിന്റെ ഓണറായ നാരായണമൂർത്തിയും മാറിയത് യാഥാർത്ഥ്യമാണ്. അതേ പോൾസൺ പിൽസർ തന്നെ പിന്നീട് നെക്സ്റ്റ് $1 ട്രില്യൺ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു പുതിയ പുസ്തകം എഴുതുകയുണ്ടായി. അതിൽ അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നു, 2025-ഓടുകൂടി ഇന്റലക്ച്വൽ ബിസിനസ്സുകളാണ് ഈ ലോകം മാറ്റിമറിക്കാൻ പോകുന്നത്. ഓൺലൈൻ റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സിലൂടെയായിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാർ പുറത്തു വരാൻ പോകുന്നത്. അത് യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുകയാണ്. വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മാധ്യമങ്ങളിലൂടെ, പത്രങ്ങളിലൂടെ വായിച്ച നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ കോടീശ്വരനായി ആമസോണിന്റെ ഓണറായ ജെഫ് ബെസോസ് മാറിക്കഴിഞ്ഞു. അദ്ദേഹവും ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായ ബിൽ ഗേറ്റ്സ് തമ്മിലുള്ള സാമ്പത്തികമായിട്ടുള്ള വ്യത്യാസം വെറും $1000 കോടി മാത്രമാണ്. സ്വാഭാവികമായിട്ടും വരും കാലങ്ങളിൽ ഓൺലൈൻ ഷോപ്പിംഗ് ബിസിനസിന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള വളർച്ചയ്ക്ക് തുടക്കം കുറിക്കാനുള്ള ഏറ്റവും വലിയ ഉദാഹരണമായി നമുക്കിതിനെ കാണാൻ പറ്റും.